ഇന്നിവിടെ ഈ എക്സലൻസ് അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നത്തെ ഒരു സായാഹ്നം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. ഒരുപാട് വെല്ലുവിളികളും ഉറക്കമില്ലാത്ത രാത്രികളും കഷ്ടപ്പാടുകളും ഒക്കെ മറികടന്ന് അതിൻ്റെ ആ അധ്വാനത്തിൻ്റെ ഒക്കെ ഫലം ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി ആസ്വദിച്ച് അത് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയുമാണ് ഈ ഒരു സായാഹ്നം. അതുകൊണ്ട് ഇത് പരമാവധി ആസ്വദിക്കുക. സാധാരണ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മളെപ്പോഴും അവർക്ക് മോട്ടിവേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന കഥകൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. കാരണം ഇന്നെനിക്ക് 2 കൈകളും കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഉത്തമയായിട്ടുള്ളൊരു മാതൃകയാണുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് MLA ഉമ്മച്ചേച്ചി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിനിടെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു വീഴ്ച പറ്റി കുറേ അധികം നാള് വിശ്രമത്തിൽ ഇരിക്കേണ്ടി വന്ന പ്രിയപ്പെട്ട ഉമ്മച്ചേച്ചിയെ കുറിച്ച്, ഉമ്മച്ചേച്ചിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വായിക്കുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്തിരുന്നു. ഉമ്മച്ചേച്ചിക്ക് ഇങ്ങനൊരു അപകടം പറ്റി എന്നറിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചേച്ചിയുടെ വീട്ടിൽ പോയി ഫോണിലിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. പക്ഷെ നേരിട്ട് പോയി കാണാൻ സാധിച്ചത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മച്ചേച്ചി എൻ്റെ ഒരു എന്താ പറയുക, ഇത്രയും വേദന ശരീരത്തിലുണ്ടെങ്കിലും ഒരു ചിരിയോടുകൂടി എൻ്റെ മുഖത്ത് നോക്കി ഉമ്മച്ചേച്ചി പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തിരിച്ചു വരും, പഴയതിലും ഊർജ്ജസ്വലയായി ഞാൻ തിരിച്ചു വരും എന്ന് അത്രയും കോൺഫിഡൻസോടുകൂടി പറഞ്ഞ ആ വാക്കുകൾ എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിരുന്നു. അന്ന് ഉമ്മച്ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ സമയം പങ്കിട്ടിരുന്നു. അപ്പോൾ അന്ന് ഉമ്മച്ചേച്ചി പറഞ്ഞ വാക്കുകൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഭയങ്കര എനർജിയോട് കൂടിയിട്ടാണ് അന്ന് ഞാൻ ഉമ്മച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അന്ന് പറഞ്ഞതുപോലെ തന്നെ പഴയതിലും സുന്ദരിയായി പഴയതിലും ഊർജ്ജസ്വലയായി നമ്മുടെ ഇടയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഉമ്മച്ചേച്ചി കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് ഉമ്മച്ചേച്ചി. അങ്ങനെയൊന്നും വീണു പോകേണ്ട ഒരാളല്ല ഉമ്മച്ചേച്ചി. എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ആളാണ്. അപ്പോൾ ഉമ്മച്ചേച്ചിയുടെ സാന്നിധ്യം ഇന്ന് ഈ ചടങ്ങിലേക്ക് എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ചത് ഉമ്മച്ചേച്ചിയാണ്. അപ്പോൾ ഉമ്മച്ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് PT തോമസ് സാറിനെ കുറിച്ചും പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരുപാട് ഞാൻ അങ്ങനെ നേരിട്ട് കണ്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ സദസ്സിൽ പല ആവർത്തി ഇവിടെ സംസാരിക്കപ്പെട്ടതുപോലെ നിലപാടുകൾ കൊണ്ട് നമ്മളുടെയൊക്കെ ജനമനസ്സുകളിൽ എത്രയോ ആഴത്തിലുള്ള ഒരു സ്ഥാനമാണ് PT തോമസ് സാറിനുള്ളത്. അപ്പൊ അതൊക്കെ ശരിക്കും നമുക്ക് ജീവിതത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കേണ്ട മാതൃകകളായിട്ട് നമുക്ക് ജീവിതത്തിൽ സൂക്ഷിക്കാവുന്ന പേരുകളാണ്. ഒപ്പം ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ സർ, നേതൃപാടവം, സേവന മനോഭാവം എന്നിങ്ങനെയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ട വാക്കുകളാണ്. അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ കൊണ്ട് ജനമനസ്സുകളിൽ ഇത്രയും ഒരു ആഴത്തിലുള്ള സ്ഥാനം നേടിയെടുത്തിട്ടുള്ള ജനപ്രതിനിധികളാണ് ഇവരൊക്കെ. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രമേശ് പിഷാരടി സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നർമ്മത്തിൽ കൂടി ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനോടുകൂടി നമ്മളൊരു കാര്യം നോക്കിക്കാണുമ്പോൾ അതൊന്ന് പിഷാരടിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നർമ്മം നിറഞ്ഞ ഒരു വേർഷൻ പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ ഇത്രയും നേരം സ്ട്രെസ് ചെയ്തത് വെറുതെ ആയിരുന്നു എന്ന് സ്വയം തിരിച്ചറിയിക്കുന്ന ഒരു കോൺവെർസേഷനാണ് എപ്പോഴും ഞാനും പിഷാരടിയും തമ്മിൽ ഉണ്ടാവാറ്. അപ്പം അതുകൊണ്ട് പിഷാരടിയും എന്നെ പലതരത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രിയങ്ക മാഡം, ഇവരൊക്കെ എന്നെയും പല രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഇവരുടെയൊക്കെ കൂടി ഈ വേദിയിൽ ഇരിക്കാനും ഈ സായാഹ്നം പങ്കിടാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊരു തുടക്കം മാത്രമായിട്ട് കാണുക. ഈ ഒരു അവാർഡും ഉമ്മച്ചേച്ചി പറഞ്ഞതുപോലെ A+ കിട്ടുക എന്ന് പറയുന്നതല്ല ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊരു വെറും തുടക്കം മാത്രമാണ്. നമുക്ക് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു A+ വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഉള്ളത് ഒരു ബോണസാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് തുടർന്ന് കിട്ടട്ടെ. സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടായി മാറാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. വേണുഗോപാൽ സർ പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളുടെ ഒക്കെ പുറകെ പോകാനുമുള്ള എനർജി നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹവും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു.